ഒരു മിനിറ്റ് നേരത്തിന് അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് അവർ എങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ സമയത്ത് അവർ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് അറിയാത്ത രീതിയിലുള്ള ആ ഒരു സർപ്രൈസ്ഡ് ആയ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ഷോക്കായൊരു, അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ? ടേക്ക് എ ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കണം. എന്താണ് ടേക്ക് എ ബാക്ക് എന്ന് പറഞ്ഞാൽ? സിംപ്ലി ഒരാൾ സർപ്രൈസ് ആയി, അല്ലെങ്കിൽ ഒരാൾ ഷോക്കായി. ആ സർപ്രൈസ് ആവണത് അല്ലെങ്കിൽ ഷോക്ക് ആവണതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുറച്ച് സമയത്തിന് അവരെങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷനിൽ അവർ എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് ഇല്ലാത്ത രീതിയിൽ അത്രയും അവർ ഷോക്ക്ഡ് ആയി അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആയെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു ഫ്രേസൽ വെർബാണ് ടേക്ക് എ ബാക്ക്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. I was taken aback when a stranger answered the phone. When a stranger answered the phone. അതിന് മുമ്പ് ഞാനൊരു സെൻറ്റൻസ് എഴുതാം, ഒരു പാട്ടും കൂടെ എഴുതാം. When I അല്ലെങ്കിൽ വേണ്ട, അത് ഞാൻ സംഭവം ഞാൻ പറയാം. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പം ആരെങ്കിലും, ഇപ്പോൾ നമ്മുടെ സിസ്റ്റർ അല്ലെങ്കിൽ ഇപ്പം വൈഫ് ആരെങ്കിലും പുറത്ത് പോയി, അല്ലെങ്കിൽ ദൂരെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയേക്കുവാന്ന് വിചാരിക്കുക. അപ്പോൾ ആ പോയ സമയത്ത് പറഞ്ഞ സമയത്തിനുള്ളിൽ വന്നില്ല. അപ്പോൾ നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണ ആ ഒരു സമയത്ത് വേറെ ഏതോ ഒരു സ്ട്രേഞ്ചറാണ്, നമുക്ക് പരിചയമില്ലാത്ത ഒരു വോയിസ് ആണ് ഏത് വഴി കേൾക്കണേ? ഫോണിൽ നമ്മൾ അവരെ കോൾ ചെയ്ത സമയത്ത് അവരുടെ വോയിസ് അല്ല നമ്മൾ കേൾക്കണം, വേറെ ആരോ ആണ് നമ്മുടെ ഫോൺ ആൻസർ ചെയ്തത്. ആ ഒരു സമയത്ത് നമ്മൾ എന്താവും? ഭയങ്കര ഷോക്ക്ഡ് ആവും, അല്ലെ? നമ്മൾ ഭയങ്കരമായി ഷോക്ക്ഡ് ആവും. ഇത് ആരാണ്? ഇത് ഈ സ്ട്രേഞ്ചർ ഏതാണ്? നമ്മൾ ആകെ പേടിച്ച് നമ്മൾ ഷോക്കായി. ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ അത്രയും ഒന്നെങ്കിൽ ഷോക്കാവാം അല്ലെങ്കിൽ സർപ്രൈസ് ആവാം. ഇത് രണ്ടിൽ ഏത് ഫീലിംഗ് വേണമെങ്കിലും ആവാം. അപ്പോൾ അത്രയും ലെവൽ ഓഫ് ഒരു ഷോക്കിംഗ് അല്ലെങ്കിൽ ഒരു സർപ്രൈസിങ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏത് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാൻ പറ്റും? ടേക്ക് എ ബാക്ക് എന്നുള്ളൊരു ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പം, we all were actually taken aback when